KCA പരിശീലനത്തിനെതിരായ പോക്സോ കേസിൽ കൂടുതൽ കണ്ടെത്തലുമായി പോലീസ്. ക്രിക്കറ്റ് പരിശീലനത്തിലെത്തിയ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ നഗ്നദൃശ്യം സ്ഥിരീകരിച്ച ശേഷം അവരെ ഭീഷണിപ്പെടുത്തി പ്രായപൂർത്തിയായ ശേഷവും ഇയാൾ പീഡിപ്പിച്ചുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. പ്രതിയായ മനു എം നൽകിയ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഈ കണ്ടെത്തൽ. കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ തിരുവനന്തപുരത്തെ വിവിധ പരിശീലന കേന്ദ്രങ്ങളിലായി ക്രിക്കറ്റ് പരിശീലനത്തിനെത്തിയ പെൺകുട്ടികളെ പീഡിപ്പിച്ചുവെന്നാണ് മനുവിനെതിരായ കേസ്. 10 വർഷത്തോളമായി KCA പരിശീലക സ്ഥാനത്തുണ്ടായിരുന്ന മനുവിനെതിരെ ഇതേവരെ 6 പെൺകുട്ടികളാണ് പരാതി നൽകിയത്. ഇവയിലെല്ലാം കേസെടുത്തു. 2021 മുതൽ കഴിഞ്ഞ വർഷം വരെ ഇയാൾ പരിശീലനത്തിനെത്തിയ ഒരു പെൺകുട്ടിയെ നിരന്തരം പീഡിപ്പിച്ചിരുന്നുവെന്ന് പോലീസ് പറയുന്നു. തിരുവനന്തപുരം തൈക്കാടുള്ള KCAയുടെ കെട്ടിടത്തിലെ ജിമ്മിന് സമീപത്തുള്ള ശൗചാലയത്തിൽ വെച്ചാണ് ഇയാൾ പ്രായപൂർത്തിയാകും മുൻപ് പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നത്. തുടർന്ന് നഗ്നദൃശ്യങ്ങൾ പകർത്തി. 2023 പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായ ശേഷവും ഇയാൾ പീഡിപ്പിച്ചു. 2 വർഷം മുൻപ് പകർത്തിയ നഗ്നദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയായിരുന്നു പീഡനം. തമിഴ്നാട്ടിലെ തെങ്കാശിയിൽ ഒരു ക്രിക്കറ്റ് ടൂർണമെന്റിൽ പങ്കെടുക്കാൻ പോയപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത്. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ വെച്ച് നടന്ന ക്രിക്കറ്റ് ടൂർണമെന്റിനിടെ ഇയാൾ പീഡിപ്പിച്ചതായി മറ്റൊരു പെൺകുട്ടിയുടെ പരാതിയുമുണ്ട്. എതിർത്ത പെൺകുട്ടികളെ പരിശീലനത്തിൽ നിന്ന് പുറത്താക്കുകയോ ടൂർണമെന്റുകളിൽ പങ്കെടുപ്പിക്കാതിരിക്കുകയോ ചെയ്യുകയാണ് പ്രതി ചെയ്തിരുന്നതെന്നും പോലീസ് കണ്ടെത്തി. ഇതിനിടെ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിൽ വിശദീകരണം നൽകാൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ KCAയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ പരിശീലന കേന്ദ്രങ്ങളിലാണ് ഈ പീഡനങ്ങളൊക്കെയും നടന്നത്. അപ്പോഴും ഒരു ആഭ്യന്തര അന്വേഷണം പോലും നടത്താൻ KCA തയ്യാറായിട്ടില്ല. ഇനി മനുഷ്യാവകാശ കമ്മീഷന് വിശദീകരണം നൽകാനെങ്കിലും KCA തയ്യാറാകുമോ എന്നതാണ് നോക്കേണ്ടത്. ഹരിമോഹൻ, മീഡിയ 1, തിരുവനന്തപുരം.